പാമ്പ് മാളത്തിൽ നിന്ന് തല പൊക്കിയിടുന്നത് പോലെയാണ് ആയെങ്കിൽ ചില പോസ്റ്റുകളുമായി വരുന്നത്. ഇപ്പോഴിതാ സാമ്പത്തിക സഹായം, അതും കേസ് നടത്തിപ്പിനായി ചോദ്യങ്ങളുമായി QR കോഡ് അടക്കമുള്ളവ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തുകയാണ് അർജുൻ ആയങ്കി. കേസ് ഫണ്ടിലേക്ക് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്യണമെന്നും ശത്രുക്കൾ തന്നെ ഒരു കോടീശ്വരനായി ചിത്രീകരിക്കുകയാണ് എന്നും QR കോഡ് ഉൾപ്പെടെ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ഇയാൾ ആവശ്യപ്പെടുകയാണ്. അതായത് എന്തിനും ഏതിനും ബക്കറ്റ് പിരിവ് നടത്തുന്ന അതേ മാതൃക തന്നെയാണ് തന്റെ കേസ് നടത്താനായിട്ട് ഒരു QR കോഡ് വഴി പണം നൽകാൻ GPayയിലേക്ക് പണം അയക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്. പാവം അടിമകളുടെ കമ്പിൽ ഏതായാലും അത്രയും രൂപ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാവരും തന്നെ ഈ പാർട്ടിക്ക് പിന്നാലെ ഇറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ജോലി ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ള കമന്റുകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ നിറയുന്നത്. എന്തായാലും കോതമംഗലം ഊന്നുകൽ SHOമാരെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ തെരയുന്നത്. കേസ് ഫണ്ടിലേക്ക് ഉദാരമായി സംഭാവന ചെയ്ത് പിന്തുണയ്ക്കുക സ്വർണ്ണക്കള്ളക്കടത്താണ്, കോടീശ്വരനാണ് എന്നൊക്കെ ശത്രുക്കൾ വെറുതെ പറയുകയാണ് എന്നായിരുന്നു ഇൻസ്റ്റഗ്രാമിലിട്ട സ്റ്റോറി. നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല എന്ന പാട്ടും പോസ്റ്റിൽ ചേർത്തിട്ടുണ്ട്. അതേസമയം താൻ തൃശൂർ റൗണ്ടിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ് എന്ന് അർജുൻ ആയങ്കി വാർത്തകൾക്ക് കീഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതിനിടെ അർജുനെ ഒളിവിൽ പോകാൻ സഹായിച്ച സഹോദരൻ അഖിൽ ഉൾപ്പെടെ 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് താൻ ഉണ്ടെന്നും അർജുൻ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ ക്ഷേത്ര പരിസരത്ത് നിന്നാണ് സഹോദരൻ അഖിലിനെ തൃശൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. കൂടാതെ കൊച്ചിയിൽ അർജുന് ഒളിത്താവളം ഒരുക്കിയ 2 സുഹൃത്തുക്കളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് പാലക്കാട് വഴിയാണ് അർജുൻ ആയങ്കി തൃശൂരിലേക്ക് എത്തിയതെന്നാണ് പോലീസിന് ലഭിച്ച വിവരം. പന്നിയങ്കര ടോൾ പ്ലാസ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തൃശൂർ തേക്കിൻകാട് മൈതാനത്തിന്റെ പരിസരത്ത് ഇയാൾ എത്തിയിട്ടുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് വൻ തെരച്ചിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടെയാണ് അർജുന്റെ സഹോദരൻ അഖിലിനെ പോലീസ് പിടികൂടിയത്. അർജുൻ ആയങ്കിയെ കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അർജുന്റെ ഫോൺ ലൊക്കേഷൻ തൃശൂരിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നഗരത്തിലുടനീളം പോലീസ് വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. ഇയാൾ സഞ്ചരിച്ച കാർ പാലിയേക്കര ടോൾ പ്ലാസ കടന്നു പോകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ടോൾ പ്ലാസ കടന്ന ശേഷം വാഹനം മാറ്റിയിട്ടുണ്ടെന്നാണ് നിഗമനം. അന്വേഷണ സംഘത്തെ വഴിതിരിച്ചുവിടാൻ അർജുന്റെ ഫോൺ മാറ്റി മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. തീർച്ചയായും അത്തരം സാഹചര്യമായിരിക്കും ഉണ്ടാകാൻ പോകുക. ഒളിവിലിരുന്ന അർജുനായിരിക്കാം ഒരുപക്ഷെ ഇത്തരം കരുനീക്കങ്ങൾ നടത്തുന്നത്, മറ്റാരെങ്കിലും ആയിരിക്കാം പോസ്റ്റുകളൊക്കെ തന്നെ ചെയ്യുന്നതും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തലേന്ന് കോതമംഗലത്തെ റിസോർട്ടിൽ വെച്ച് കരുതൽ തടങ്കലിലെടുത്തതിലുള്ള വൈരാഗ്യത്തിലാണ് അർജുൻ ആയങ്കി SHOമാരെ ഭീഷണിപ്പെടുത്തിയത്. സംഭവത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതോടുകൂടിയാണ് ഇയാൾ ഒളിവിൽ പോയത്. നിലവിൽ അറസ്റ്റ് ഒഴിവാക്കാൻ സുപ്രീം കോടതിയെ സമീപിക്കാനും ഇയാൾ നീക്കം നടത്തുന്നുണ്ട്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് അന്വേഷണം. ഒളിവിലിരുന്ന ഭീഷണിയും വെല്ലുവിളിയും തുടരുന്ന അർജുൻ ആയങ്കിയെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലീസിന് നന്നായി അറിയാമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ആഭ്യന്തരമന്ത്രിയെയും പോലീസ് ഉദ്യോഗസ്ഥരെയും സോഷ്യൽ മീഡിയയിലൂടെ വെല്ലുവിളിച്ച് ഒളിവിൽ കഴിയുന്ന അർജുൻ ആയങ്കിക്കായി പോലീസ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതിയെ കണ്ടെത്താൻ മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ 10 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്കെതിരെയും പോലീസിനെതിരെയും ഒളിവിലിരുന്ന് ഭീഷണി സന്ദേശങ്ങൾ അയച്ച പശ്ചാത്തലത്തിലാണ് 3 സംഘങ്ങളായി തിരഞ്ഞ് പോലീസ് വ്യാപക തെരച്ചിൽ ആരംഭിച്ചത്. അർജുൻ ആയങ്കിക്ക് ഒളിത്താവളം ഒരുക്കിയ 2 സുഹൃത്തുക്കളെ കൊച്ചിയിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു. എന്നാൽ ഇയാൾക്ക് താമസ സൗകര്യം നൽകിയതല്ലാതെ നിലവിൽ എങ്ങോട്ടാണ് പോയതെന്ന കാര്യത്തിൽ ഇവർക്ക് വ്യക്തതയില്ല. ഇതിനിടെ ഞാൻ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തുണ്ടെന്ന് അർജുൻ ആയങ്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഇയാളുടെ സഹോദരൻ അഖിലിനെ ഇട്ടുകൊടുത്തതായിരിക്കാം എന്നാണ് വ്യക്തമാകുന്നത്. അർജുന്റെ ഫോൺ ലൊക്കേഷൻ തൃശൂരിൽ കണ്ടെത്തിയതിനെ തുടർന്ന് നഗരം മുഴുവനും പോലീസ് അരിച്ചു പറക്കുകയാണ്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ്, വോട്ടെണ്ണലിന് പിന്നാലെയാണ് അർജുൻ ആയങ്കിക്ക് ഇത്രയും രോക്ഷാകുലായ പ്രതികരണമൊക്കെ നടന്നത്. എന്തായാലും അർജുൻ ആയങ്കിക്ക് എന്താണ് ചെയ്യേണ്ടത്, അർജുൻ ആയങ്കിയെ എന്താണ് ചെയ്യേണ്ടത് പോലീസിന് നന്നായി അറിയാമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കാം. അതെ, ഞാൻ പറയാം. എനിക്ക് അതിനെപ്പറ്റി പറയാനുള്ള ഒരു കാര്യമുള്ളൂ. ഇത്തരം ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും പിടിക്കാൻ ഇവിടെ പോലീസുണ്ട്. അത് വേണ്ടത് ചെയ്തോളൂ. അതേസമയം മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ലെന്ന ഫേസ്ബുക്ക് പോസ്റ്റുമായി വീണ്ടും അർജുൻ ആയങ്കി എത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയെയാണ് വെല്ലുവിളിച്ച് എത്തിയിരിക്കുന്നത്. വെറും 4 കേസ് മാത്രം അവശേഷിക്കാൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനൊക്കെയാണ് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് താൻ. തന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണെന്നും അർജുൻ ആയങ്കി കുറിച്ചു. അർജുൻ ആയങ്കിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ
രൂപം നമുക്ക് നോക്കുകയാണെങ്കിൽ, മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടിലാണ് ഞാൻ ഉള്ളത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ റോഡിലൂരുന്ന് കരയുന്ന ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ നേരത്തെ കിട്ടുമായിരുന്നു. വെറും 4 കേസ് മാത്രം അവശേഷിക്കുന്ന എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ തീവ്രവാദിയാക്കി മാറ്റി വെടിവെക്കാനൊക്കെയാണ് ഉത്തരവിട്ടത്. കള്ളക്കേസിൽ ജയിലിലാക്കിയപ്പോൾ ജീവിതം താറുമാറായ ആളാണ് ഞാൻ. എന്നെ തീവ്രവാദിയാക്കിയത് ഈ സിസ്റ്റമാണ്. മാനസിക രോഗത്തിലോ മദ്യലഹരിയിലോ അല്ല, പൂർണ്ണ ബോധത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചത്. എന്നെ കള്ളക്കേസിൽ ജയിലിലടച്ച കേസ് പുനരന്വേഷണം നടത്തണം. അയാൾ എന്തിനിങ്ങനെ ചെയ്തു? ഞങ്ങളെ 6 പേരെ ജയിലിലടച്ച ദ്രോഹിച്ചു എന്ന് അയാൾ മറുപടി പറഞ്ഞേ മതിയാകും. മുറിവേറ്റവന്റെ സ്വപ്നങ്ങൾ തകർന്നവന്റെ, ജീവിതം താറുമാറായവന്റെ, സ്വന്തം മകനെ ഒപ്പം നിർത്തി ലാളിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടവന്റെ വേദന പകയുമാണ്, പ്രതികാരവുമാണിത്. പിന്നെ അവന് ചത്താലും ഭയപ്പാടില്ല, മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തില്ല എന്നുള്ള പഞ്ച് ഡയലോഗുമായിട്ടൊക്കെയാണ് അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് അർജുൻ ആയങ്കി ഇട്ടിരിക്കുന്നത്.